ഇല്ലെന്ന് ഞാൻ രേഖ വെച്ചിട്ടാ സംസാരിക്കുന്നത്. ഇ.പി. ജയരാജന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കാൻ ആ കോടതി പറഞ്ഞു എന്ന് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് തത്സമയം കേരളത്തിലുള്ള ആളുകൾ കേട്ടതാണ്. പറഞ്ഞിട്ടില്ല. വധശ്രമം എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് എങ്ങനെയെന്ന് യൂത്ത് കോൺഗ്രസിനോട് ചോദ്യം ചോദിച്ചു. അതാണ് ഉണ്ടായത്. ഒരു മിനിറ്റ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിന് കോൺഗ്രസിനും കൂടി ഒരു പ്രതികരണം ഉണ്ടാകുമല്ലോ. ശ്രീ BRM ഷഫീർ, നിങ്ങൾ ചുമത്തിയതും നിങ്ങൾ ആരോപിച്ചതും തീർത്തും കള്ളമാണ്. നിങ്ങൾ ആദ്യം പറയാത്ത കാര്യം ഇപ്പോൾ കോടതിയിൽ പറയുന്നു. ഇ.പി. ജയരാജനെതിരെ ഇന്ന വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കണം എന്ന് കോടതി ഉത്തരവിലില്ല. എന്താണ് മറുപടി? ഒന്നാമത്തെ കാര്യം, സത്യത്തിൽ ഷാനിക്ക് ആ CRPCയുടെ ആ നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ അവധാനത അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഗാധമായ അറിവ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ CPMന്റെ പ്രതിനിധി, അദ്ദേഹം ഒരു വക്കീലാണ്, അദ്ദേഹം താങ്കളെ ചൂഷണം ചെയ്താണ് കേട്ടോ. ആ ഇട്ടെടുക്കുന്നതിലൊന്നും വീട് പോകേണ്ടതില്ല. ഞാനതിന്റെ നിയമം പറഞ്ഞുതരാം. 156 ക്ലോസ് 3 CRPC അനുസരിച്ച് ഒരു കേസ് ഫോർവേഡ് ചെയ്യുമ്പോ ഇന്ന സെക്ഷൻ വെച്ചെടുക്കണം, ഇന്നത് വെച്ചെടുക്കേണ്ടത് ഒരു മജിസ്ട്രേറ്റും പറയില്ല. ഇഷ്ട നിങ്ങൾ ആ സാമാന്യ ഒരു വിവരമെങ്കിലും നിങ്ങളൊന്ന് പാലിച്ചോ. ഇന്ന സെക്ഷൻ വെച്ച് കേസെടുക്കണമെന്ന് ഒരു മജിസ്ട്രേറ്റ് പറയാറില്ല. ദ കംപ്ലൈന്റ് റിസീവ്ഡ് ആൻഡ് ഫോർവേഡ് ടു ദി SHO പിന്നെ ശംഖുമുഖം and take the FIR and investigate immediately and take the report. സൈൻ, വരയിലൊരു ഒപ്പ്, ഇത്രേ ഉണ്ടാവുള്ളൂ. ഇത്രേ സാധാരണഗതിയിൽ മജിസ്ട്രേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോ അനിൽകുമാർ പറയാണ് അതിനകത്ത് വധശ്രമത്തിന് കേസെടുക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു ഉത്തരവെന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഷാനിയെ കാണൂല, കോൺഗ്രസ്സുകാരനെയും കാണൂല. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. പക്ഷെ എന്താ അതിന്റെ അർത്ഥം? എനിക്കൊരു പരാതി കിട്ടിയിരിക്കുന്നു, പരാതി ഞാൻ പരിശോധിച്ചു, പരാതി ഞാൻ സ്വീകരിച്ചു, പരാതി ഫയലിൽ സ്വീകരിച്ചിട്ട് ഞാൻ SHOക്ക് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതും അതാണ്. ഇങ്ങനെ പരാതി അങ്ങോട്ട് കൈമാറുന്നു, കേസെടുത്ത് അന്വേഷിക്കൂ എന്നല്ലേ കോടതി പറഞ്ഞത്. പക്ഷേ ശ്രീ അനിൽകുമാർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ എന്താണ് പറയുന്നത് ശ്രീ അനിൽകുമാർ? ഞാനത് ഇത്രയും നേരമായി എന്റെ കയ്യിൽ എത്തിയിട്ടില്ല. ഉത്തരവിൽ എന്താണ് പറയുന്നത്? അല്ലെ, ഒന്ന് വായിക്കാൻ പറഞ്ഞേ. 307 ഒഴിച്ചുള്ള കേസെടുക്കാൻ പറഞ്ഞത് എനിക്ക് ഞാനൊന്ന് കേൾക്കട്ടെ. അത് ഏത് മജിസ്ട്രേറ്റ് ആണെന്ന് ഞാനൊന്ന് അറിയട്ടെ. വെല്ലുവിളികളാകാം, പക്ഷേ നിന്നേക്കാൾ 4-5 കൂടുതലുള്ളതാകരുത്. ഒന്ന് വായിക്കാൻ പറഞ്ഞേ. അല്ല, പറയട്ടെ. അല്ലല്ല, എന്നെ കൊണ്ട് 307 ഒഴിവാക്കിക്കൊണ്ട് FIR എടുക്കാൻ പറഞ്ഞു. എന്റെ സമയമാണോ ഷാനി? എനിക്ക് അതെ ശ്രീ അനിൽകുമാർ, എന്താണ് കോടതി ഉത്തരവിലുള്ളതെന്നാണ്? കോടതി ഉത്തരവ് ഇത്രയും സമയമായി കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണ് കോടതി ഉത്തരവ് ഒന്ന് പറയാമോ? ഓക്കെ, എന്റെ ഉത്തരവുണ്ട്. That affidavit filed the complaint as per the provisions. അത് ഫയൽ ചെയ്യേണ്ട പ്രൊവിഷൻസ് ആർ ഫുൾഫിൽഡ്. 6 documents produced. 154(1) CRPC പ്രകാരം കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് വേണം. കംപ്ലൈന്റ് ഈസ് ഫോർവേഡഡ് ടു SHO വലിയതുറ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 156 CRPC ഓഫ് FIR ബൈ ട്രീറ്റിംഗ് ദിസ് ആസ് ആൻ FIS. ഇത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കോടതി ഇങ്ങനൊരു പരാതി സത്യമാണ് ഞാൻ വിശ്വസിച്ചു. നല്ല എന്റെ ഒരു നിയമപരമായ പരാതി കിട്ടി. അപ്പോൾ വ്യക്തമാണല്ലോ ശ്രീ അനിൽകുമാർ, താങ്കൾ ഉന്നയിച്ചത്. എന്റെ സമയം ദയവായി കേൾക്കൂ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതാണ് സത്യം. ഇപ്പൊ ഷാനിക്ക് ബോധ്യപ്പെട്ടോ? കേൾക്കൂ. കോടതി നടപടി എന്താണെന്ന് ഷാനിക്ക് ബോധ്യപ്പെട്ടോ? ദയവായി കേൾക്കൂ. ഇത് അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇതിങ്ങനെ ഞാൻ ഇത്തരം ചർച്ചയ്ക്ക് താല്പര്യമില്ല. മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ പോണോന്നേ ചർച്ചയ്ക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് താല്പര്യമില്ല കേട്ടോ. ഇല്ല, ഇത് ബാക്കിയുള്ളതിന്റെ വിലയും കളഞ്ഞു. ആ റേഷൻ കടയിൽ ചീഞ്ഞരിയുടെ വിലയല്ലേ, കുഴപ്പമില്ല. പരിപാടിക്ക് താല്പര്യമില്ല.
ഇങ്ങനെ ചർച്ചയിൽ ഇടപെടുന്ന ഇല്ല, ഞാൻ ആളുകളുമായിട്ട് ഇടപെടത്തില്ല. ചർച്ച ചെയ്യാൻ എന്നെ താല്പര്യമേ പേടിച്ചുകൊണ്ട് ഇല്ല. താങ്കൾ പോകണ്ട കേട്ടോ. നമ്മൾ എന്താണ് ചെയ്തത്? ഇല്ല സാർ, ഇവിടെ- ഇല്ല സാർ, ഞാൻ ഇടപെടത്തില്ല. ഞാൻ നിങ്ങളുടെ സമയത്ത് ഇടപെടത്തേ ഇല്ല. പ്ലീസ് കണ്ടിന്യൂ. എനിക്ക് ബുദ്ധിയുള്ളവരെയും ഭയമില്ല, വിഡ്ഢികളെയും ഭയമില്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഭയമില്ലാത്തൊരു കൂട്ടരാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഭയത്തിന്റെ ലേശമില്ലാതെ സംസാരിക്കുന്നത്. ഭയങ്കരമായ ആള്. എന്നെ ഭയമില്ല, ഇ പി ജയരാജനെ ഭയമില്ലെന്നാണോ? നടത്തരുത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ല, അത് ബുദ്ധി ആർക്കാന്നറിയാമല്ലോ. പറഞ്ഞല്ലോ, ഇ പി ജയരാജന്റെ പുറത്ത്, തലയുടെ പുറത്തൊരു ഉണ്ട ഇരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് തടവ് നോക്കാൻ പറഞ്ഞല്ലോ. എന്നിട്ട് അങ്ങയുടെ അപാര ബുദ്ധി, അല്ല, അവന്റെ സ്വയം എഴുതിക്കൊണ്ടാ മതി. കേട്ടതല്ലേ? ജനത്തിന് അറിയാന്നേ. അപാര ബുദ്ധി കേരളം മുഴുവൻ ജനത്തിന് കേട്ടതല്ലേ? ഇതൊക്കെ അറിയാം. ബുദ്ധിമാന്റെ ബുദ്ധി എന്നെ കൊണ്ട് ആർക്കാണ് ബുദ്ധി? ജനത്തിന് ഈ ചർച്ചകളൊക്കെ ശരി, കാണുന്ന വിഷയത്തിലേക്ക് വരൂ. ആർക്കാണ് ശ്രീ ഷഫീർ താങ്കൾ കാത്തിരിക്കും. ശ്രീ അനിൽകുമാർ പറയൂ. അപ്പോൾ ഈ ഉത്തരവ് ഈ പരാതിക്കാരുടെ പരാതി പരിഗണിച്ചുകൊണ്ട് കേസെടുത്ത് അന്വേഷിക്കണം എന്ന കോടതിയുടെ ഉത്തരവ് കേസെടുക്കില്ല എന്ന് ഇന്നലെ സഭയിൽ പോലും പറഞ്ഞ മുഖ്യമന്ത്രിക്കും സർക്കാരിനും തിരിച്ചടിയല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം, എന്ത് നമ്മുടെ രാജ്യത്തിന്റെ ഈ സംഭവം നടന്നത് എവിടെയാണ്? വിമാനത്തിലാണ്. വിമാനത്തിൽ പ്രകടനം നടത്താൻ പറ്റുമോ? പ്രകടനം നടത്താനാവില്ല, നിയമവിരുദ്ധമാണ്. ഏത് നിയമം പറയുന്നു? സിവിൽ ഏവിയേഷൻ ആക്ട് പറയുന്നു. ആ ആക്ടിൻ്റെ സെക്ഷൻ 10 വകുപ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദി സപ്രഷൻ ഓഫ് അൺലോഫുൾ ആക്ട്സ് ചോദ്യവും ഉത്തരവുമായി ബന്ധമില്ല. ചോദ്യവും ഉത്തരവുമായി ബന്ധമില്ല. കാരണം ചർച്ചയുടെ പകുതി സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പോയിന്റിലേക്ക് വന്നേ പറ്റൂ. അതായത് നിങ്ങൾ കേസെടുക്കില്ല, ഇ പി ജയരാജനെതിരെ കേസെടുക്കില്ല എന്ന് വ്യക്തമാക്കിയ സർക്കാരിന് കേസെടുക്കണം എന്ന് കോടതി വിധി പറയുന്നത് തിരിച്ചടിയല്ല എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? 3 വകുപ്പുകൾ ഞാൻ അങ്ങോട്ട് പറയാം. ഇ പി ജയരാജൻ കുറ്റകൃത്യമല്ല ചെയ്തതെന്ന് തെളിയിക്കാൻ നിലവിലുള്ള നിയമമാണ്. ഇ പി ജയരാജന് വേണ്ടി ഉണ്ടാക്കിയ നിയമമല്ല. ആ നിയമത്തിൽ ഒരു വകുപ്പ് എന്താ പറയണത്? അതുകൊണ്ടാണ് പറയുന്നത് സപ്രഷൻ ഓഫ് അൺലോഫുൾ ആക്ട്സ്. ഒരു വിമാനത്തിനകത്ത് ഒരാൾ, ഒരു വിമാനറാഞ്ചിയാവട്ടെ, വിമാനത്തിൽ അവിടെ ഇരിക്കുന്ന ബാഗ് എടുത്ത് വേറൊരാളെ തല്ലാൻ വരുന്ന ഒരാളാകട്ടെ, അസ്വാഭാവിക പെരുമാറ്റം നടത്തുന്ന ഒരാളാകട്ടെ, ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തൊരു അസ്വാഭാവിക പെരുമാറ്റം നടത്തുന്ന യാത്രക്കാരനാവട്ടെ, അത്തരം ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തെ സപ്രസ് ചെയ്യണം. ആ വാക്കുപയോഗിച്ചത് പ്രിവെൻഷൻ അല്ല, സപ്രഷനാണ്. അങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന നിയമം ഏതാണ്? അതിനുവേണ്ടി മതിയായ ബലപ്രയോഗം നടത്താനാകും അവിടെയുള്ള യാത്രക്കാർക്കും ആർക്കും എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 10. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും